തിരുവനന്തപുരത്ത് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ച സംഘം അറസ്റ്റിൽ. എസ് കോവിൽ റോഡിൽ എറണാകുളം സ്വദേശിയെ തടഞ്ഞു നിർത്തി പണം തട്ടിയ 5-അംഗ സംഘത്തെ തമ്പാനൂർ പോലീസാണ് പിടികൂടിയത്. പോലീസിന് നേരെ കത്തി വീശിയ പ്രതികളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് എസ് കോവിൽ റോഡിലും തമ്പാനൂർ ഓവർബ്രിഡ്ജ് പരിസരത്തുമായി നിരവധി പേരെ പ്രതികൾ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയത്. പേഴ്സും പണവും മൊബൈലും ഉൾപ്പെടെ പ്രതികൾ തട്ടിയെടുത്തു. പണം നഷ്ടപ്പെട്ട എറണാകുളം സ്വദേശി വിവരമറിയിച്ചതിനെ തുടർന്ന് തമ്പാനൂർ പോലീസ് സ്ഥലത്തെത്തി. പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ പോലീസിന് നേരെയും സംഘം കത്തിവീശി. പുലർച്ചെ 1 മണിയോടെ തമ്പാനൂർ SHO ജിജുകുമാറിന്റെ നേതൃത്വത്തിൽ ബലപ്രയോഗത്തിലൂടെയാണ് പ്രതികളെ പോലീസ് കീഴ്പ്പെടുത്തിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കാരയ്ക്കാമണ്ഡപം സ്വദേശി ദസ്തഗീറിന്റെ നേതൃത്വത്തിലുള്ള 5-അംഗ സംഘത്തെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ദസ്തഗീറിനെ കൂടാതെ റസൽപുരം സ്വദേശി ജിത്തു, വള്ളക്കടവ് സ്വദേശി ബിജു, കൊല്ലം ഈസ്റ്റ് കല്ലട സ്വദേശി രാജീവ്, ഏഴുകോൺ സ്വദേശി ബിജു എന്നിവരാണ് പിടിയിലായ മറ്റു പ്രതികൾ. ജിത്തുവാണ് പോലീസിന് നേരെ കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. ആക്രമണത്തിനുപയോഗിച്ച കത്തിയും പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. നെയ്യാറ്റിൻകര, നേമം, തമ്പാനൂർ, കന്റോൺമെന്റ് ഉൾപ്പെടെ 7ഓളം പോലീസ് സ്റ്റേഷനുകളിലായി 9ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ദസ്തഗീർ. ഇൻസ്പെക്ടർ ജിജുകുമാറിനൊപ്പം SI സന്തോഷ് കുമാർ, CPOമാരായ അരുൺകുമാർ, ശരത് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.